ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു NTM പൊളിറ്റിക്കൽ ടോക്ക്. ഒരു ഇറക്കത്തിന് ശേഷം സ്വർണ്ണവില പുതിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് ആഗോള മാർക്കറ്റിലെ ചലനങ്ങൾ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഈ അടുത്ത 4 ദിവസത്തിനുള്ളിൽ കൂടിയത് നമ്മുടെ കേരള മാർക്കറ്റിൽ 3000 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്മേൽ. പക്ഷേ ഉച്ചയാകുമ്പോഴേക്കും സ്വർണ്ണവിലയിൽ വൻ ഇടിവും ദൃശ്യമായി. US-UK വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നു എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർണത്തിന് ഇത്രയും വലിയ ഇടിവും ഇന്ന് തന്നെ ഉണ്ടായത്. ഇപ്പോൾ ആഗോള വിപണിയിൽ $3322 വ്യാപാരം പുരോഗമിക്കുന്നത്. കേരള മാർക്കറ്റിൽ 1160 രൂപയാണ് ഉച്ച മുതൽ കുറഞ്ഞത്. ആഗോള മാർക്കറ്റിന്റെ ചാഞ്ചാട്ടമാണ് വില സ്ഥിരത കൈവരിക്കാൻ സ്വർണത്തിന് കഴിയാത്തത്. ഓഹരി വിപണി കരകയറുമ്പോൾ സ്വർണത്തിന്റെ വിലയിലുള്ള ഉയർച്ചയെ തടയാൻ സാധിക്കും. എല്ലാ രാജ്യത്തെയും പണപ്പെരുപ്പം വർദ്ധിക്കുന്നതും സ്വർണത്തിന്റെ വിലയിൽ ചാഞ്ചാട്ടം ദൃശ്യമാണ്. ലോകം ഒട്ടുക്കും വൻകിട കമ്പനികൾ കൂട്ടപ്പിരിച്ചുവിടൽ നടത്തുമ്പോൾ തൊഴിൽ രഹിതരെ വർദ്ധിക്കുന്നതും അതുമൂലം വിപണികളിൽ ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥയും വിപണി സ്തംഭനത്തിലേക്ക് പോവുകയാണ്. വിപണിയുടെ ചുരുക്കി പറഞ്ഞാൽ ലോകത്തൊട്ടുക്കുമുള്ള വിപണി സ്തംഭനം തന്നെയാണ് സ്വർണ്ണവിലയുടെ ഇത്രയും വലിയ ഉയർച്ചയിലേക്ക് പോകുന്നത്. കാരണം ലോകത്തൊട്ടുക്കുമുള്ള സെൻട്രൽ ബാങ്കുകൾ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ സ്വർണത്തെയാണ് ആശ്രയിക്കുന്നത്. സ്വർണത്തെ ആശ്രയിക്കുമ്പോൾ സ്വർണം വാങ്ങി സംഭരിക്കുന്നു ലോകത്തൊട്ടുക്കുമുള്ള സെൻട്രൽ ബാങ്കുകൾ. ഇവിടെയാണ് സ്വർണത്തിന്റെ വില ഉയർന്നു നിൽക്കുന്നതിന്റെ പ്രധാന കാരണം ഉൽപാദനം ഇത് ഏകദേശം ഒരു ഏകീകരിച്ച രൂപത്തിലുള്ള ഉൽപാദനമല്ലേ സ്വർണത്തിൽ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ആവശ്യക്കാർ കൂടുന്നതനുസരിച്ച് കൂടുതൽ ഉൽപാദനം ഉണ്ടാവുന്നില്ല. അപ്പൊ ഈ ഉൽപാദനം ഒരു ഏകീകരിച്ച രൂപത്തിലുള്ള ഉൽപാദനം മാത്രമാണ് ഈ സ്വർണത്തിൽ ഉണ്ടാവുന്നത്. ഇത് ആവശ്യക്കാർ കൂടുമ്പോൾ ഇതിന് ഉള്ള സാധനത്തിന് വില കൂട്ടുക എന്നതാണ് ഒരു വിപണി. ഇതാണ് ലോക വിപണിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർണത്തിന് ആവശ്യക്കാർ കൂടുന്നു, ലോകത്തൊട്ടുക്കുമുള്ള സെൻട്രൽ ബാങ്കുകൾ നിശ്ചയമായ സ്വർണം സംഭരിക്കുകയാണ്. ഈ സ്വർണം സംഭരിക്കുമ്പോൾ ലോകത്തൊട്ടുക്കുമുള്ള സെൻട്രൽ ബാങ്കുകൾ സ്വർണം സംഭരിക്കുമ്പോൾ വിപണിയിൽ സാധനം കുറവും ആവശ്യക്കാർ കൂടുകയും ചെയ്യുമ്പോഴാണ് ഈ ഇത്രയും വിലയിൽ മാറ്റങ്ങൾ വരുന്നത്. പിന്നെ ലോകത്തിലൊട്ടുക്കുമുള്ള അസ്വസ്ഥതകൾ എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങളും മറ്റു വ്യാപാര പ്രശ്നങ്ങളും, ഇതൊക്കെ ഏത് ചെറിയ ചലനങ്ങളും ഈ മഞ്ഞലോകത്തെ ബാധിക്കും. അതാണ് ഇതിന്റെ ഒരു വേറെ പ്രത്യേകത. അപ്പൊ ഈ ലോകത്തൊട്ടുക്കുമുള്ള ഈ അസ്വസ്ഥതകളും യുദ്ധങ്ങളും വ്യാപാര കരാറുകളും വ്യാപാര പ്രശ്നങ്ങളും വ്യാപാര യുദ്ധം എന്ന് തന്നെ പറയാം. ഇതൊക്കെ ഈ സ്വർണത്തെ വല്ലാണ്ട് പ്രതിരോധത്തിലാക്കുകയാണ്. പ്രതിസന്ധി കാലത്തെ സുരക്ഷിത നിക്ഷേപം എന്ന ഖ്യാതി എല്ലാ കാലത്തും സ്വർണത്തിനുണ്ട്. സ്വർണ്ണാഭരണങ്ങൾക്ക് അല്ല, സ്വർണത്തിലുള്ള നിക്ഷേപം വർദ്ധിക്കുന്നതും സ്വർണത്തിന്റെ വില കൂടുന്നതിലെ കാരണങ്ങളിൽ ഒന്നാണ്. US-ചൈന ബിസിനസ് കോംപ്രമൈസിലെത്തുകയാണെങ്കിൽ സ്വർണത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തെ തടയിടാൻ സാധിക്കും. എന്ന് തന്നെയാണ് ആഗോള നിരീക്ഷകരൊക്കെ കണക്ക് കൂട്ടുന്നത്. പക്ഷേ ഇവിടെയൊക്കെ വലിയ തടസ്സമായി നിൽക്കുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന യുദ്ധങ്ങൾ തന്നെയാണ്. അസ്വസ്ഥതകൾ ലോകത്തിന്റെ പല ഭാഗത്തും വർദ്ധിക്കും തോറും സ്വർണ്ണ മാർക്കറ്റിന്റെ ചാഞ്ചാട്ടവും തുടരും. മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മിക്ക രാജ്യങ്ങളുടെയും സെൻട്രൽ ബാങ്കുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വർണം വാങ്ങിക്കൂട്ടുന്നു എന്നുള്ളതുമാണ്. കരുതൽ ശേഖരം എന്ന നിലക്കാണ് സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങി സംഭരിക്കുന്നത്. ഇങ്ങനെ സെൻട്രൽ ബാങ്കുകൾ വാങ്ങി സംഭരിക്കുമ്പോൾ മാർക്കറ്റിൽ ആവശ്യക്കാർ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആവശ്യക്കാർ കൂടുകയും സാധനം കുറയുകയും ചെയ്യാൻ വില വർധനവ് സ്വാഭാവികമാണ്. ഇനി മുതൽ സൂചിപ്പിച്ചതുപോലെ ഈ വില വർധനവിനെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കും? അതിനാദ്യം വേണ്ടത് ആഭരണങ്ങൾ മാത്രമായി ഇക്കാലത്ത് സ്വർണത്തെ കാണുന്നത് വൻ നഷ്ടമായിരിക്കും. 24 കാരറ്റ് തങ്കം വാങ്ങി സൂക്ഷിക്കുന്നത് ഒരു പ്രതിരോധ വഴിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മാർക്കറ്റ് വില
വിൽക്കുമ്പോൾ ലഭ്യമാകുകയും ചെയ്യും എന്നതാണ് 24 കാരറ്റിന്റെ പ്രത്യേകത. പിന്നെ ഒരു വഴി എന്ന് പറഞ്ഞാൽ ആഭരണങ്ങളായി ഉപയോഗിക്കുവാൻ കാരറ്റ് കുറഞ്ഞത് 18 കാരറ്റ് മുതലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതും ആഭരണങ്ങളായി ഉപയോഗിക്കാൻ അത്തരം 18 കാരറ്റിനെ ആശ്രയിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ സംഭരിച്ചു വെക്കുന്നത് 24 കാരറ്റും ആഭരണങ്ങളായി ഉപയോഗിക്കുന്നത് 18 കാരറ്റും ആകുമ്പോൾ നമുക്ക് കൂടുതൽ വാങ്ങാനും സാധിക്കും. സംഭരിച്ചു വെക്കുന്നതാണെങ്കിൽ ഏത് സമയത്ത് വില കൂടിയാലും 24 കാരറ്റ് നമുക്ക് മാർക്കറ്റിൽ നല്ല പറയത്തക്ക നഷ്ടങ്ങളൊന്നും കൂടാതെ വിൽക്കുവാനും സാധിക്കും. ഇതാണ് ഞാൻ മുകളിൽ സൂചിപ്പിച്ച എങ്ങനെ പ്രതിരോധിക്കാം എന്ന് പറയുന്നത്. എങ്ങനെ പ്രതിരോധിക്കാം എന്ന് വെച്ചാൽ 24 നമ്മൾ സംഭരിച്ചു വെക്കുന്നത് 24 കാരറ്റ് വാങ്ങി വെക്കുകയും ആഭരണങ്ങളായി ഉപയോഗിക്കുന്നത് 18 കാരറ്റ് മുതൽ ഇങ്ങോട്ട് വാങ്ങി ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വില വർധനവിൽ നിന്ന് ഒരു പരിധി വരെ രക്ഷപ്പെടാൻ സാധിക്കും. കാരണം മറ്റുള്ള കാര്യങ്ങളിലൊന്നിപ്പോ നമുക്ക് കാര്യമായിട്ട് ഇടപെടലുകൾ നടത്താൻ സാധ്യമല്ല എങ്കിലും ആഗോള വിപണിയും മറ്റു മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചലനങ്ങളും ലോകരാഷ്ട്രങ്ങളിലെ യുദ്ധങ്ങളും അസ്വസ്ഥതകളും ഇതൊന്നും ഇപ്പോൾ നമ്മൾക്ക് ഒരു ഭാഗത്ത് നിന്ന് നിയന്ത്രിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലോക വിപണിയിൽ ഉണ്ടാകുന്ന ഈ വില വർധനവും ചലനങ്ങളും നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് പിടിച്ചു നിർത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ആഗോള വിപണിയിലെ വിദഗ്ധർ ഒക്കെ വിലയിരുത്തലുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണ് ഇതിനുള്ള ഒരു പരിഹാരം. ഇതാണ് ഞാൻ മുകളിൽ സൂചിപ്പിച്ചത്. എങ്ങനെ പ്രതിരോധിക്കാം? ഇങ്ങനെ പ്രതിരോധിക്കാം. കാരണം നമ്മൾ സംഭരിച്ചു വെക്കുന്നത് 24 കാരറ്റും മറ്റുള്ള ആഭരണങ്ങളായി ഉപയോഗിക്കുന്നത് കുറഞ്ഞ കാരറ്റുകളും ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാനും സാധിക്കും. സംഭരിച്ചു വെക്കുന്നതിന് നമുക്ക് വിൽക്കുമ്പോൾ മാർക്കറ്റ് വില കൃത്യമായി ലഭിക്കുകയും ചെയ്യും. ഇതാണ് ഇതിനുള്ള ഒരു പരിഹാരമാണ്. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്താം. നന്ദി, നമസ്കാരം.